ഒരാടലോടകത്തിന്റെ ഇല പോലും ഇല്ലല്ലോ. കൊട്ടത്തേങ്ങ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നു. കൊറേ ആയല്ലോ കണ്ടിട്ട്. എന്ത് കണ്ടിട്ട്? നമ്മൾ ഒരുമിച്ച് കണ്ട് കൊറേ ആയെന്ന് നാട്ടുകാരൊക്കെ പറയും. നാട്ടുകാര് ഇവർക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുത്തിയാൽ മതിയല്ലോ, ഞാനല്ലേ അനുഭവിക്കണ്ട. എന്ത് എടി, നീ ആ രമണൻ ചേട്ടനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കില്ലടി. നിന്നെ പേടിച്ച് 2.5 മണിക്കൂറാ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നെ. അവസാനം പരൽമീനെല്ലാം കൂടി കടിച്ചു പൊക്കി കൊണ്ടുവന്നുകൊണ്ട് ജീവൻ കിട്ടി. നീ ഉമ്മ വെച്ച് കൊല്ലാൻ നോക്കിന്നാ കേസ് വരാൻ പോയെ. അയ്യേ, ഞാനങ്ങനെ വെക്കിക്കൊന്നില്ല. നീ എനിക്ക് അങ്ങോട്ട്. പോലീസ് വന്നപ്പോ അങ്ങേരുടെ ഭാവി ഓർത്തിട്ടാ ഞാൻ സത്യം പറഞ്ഞു. നീ എന്നെയാ ഉമ്മ വയ്ക്കാൻ വന്നേന്നുള്ളത്. ആ വനിത എസ് എന്നോട് മാറി മാറി ചോദിച്ച് ഒരു പീഡന ശ്രമത്തിന് കേസെടുക്കണമെന്ന്. പിന്നെ പോട്ടെ, കൂടെ പഠിച്ച പെങ്കൊച്ചല്ലേ. അല്ലേലും ഇപ്പം ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട്. കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് പെണ്ണ് കിട്ടുമോ? ഇതൊന്നുമല്ല, എന്റെ സ്വയംവര പുഷ്പാഞ്ജലി ഫലം കണ്ടു തുടങ്ങിയതാ. അനന്തേന് എന്നോട് എന്തോ സ്നേഹമൊക്കെ ഉണ്ട്. ഈടി എനിക്ക് നിന്നോടൊരു കുന്തോ ഇല്ല. സ്കൂളിൽ പഠിക്കണ കാലം തൊട്ട് തുടങ്ങിയതാ നീ എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യാൻ. മുൻജന്മ പാവം പോലെ എൻ്റെ അവസാനം വരെ ഇതുണ്ടാവുമെന്നും എനിക്കറിയാം. ഞാനും ഇപ്പം എൻ്റെ മനസ്സുകൊണ്ട് ഈ സത്യം അംഗീകരിക്കാൻ ശ്രമിക്കുക. എന്താ എന്നുള്ള സ്നേഹമാണോ? അല്ല, നീ കുറുക്കമൂലയിൽ ഒരു അന്താരാഷ്ട്ര ശല്യമാണെന്നുള്ളത്. 28 നല്ല കാര്യം കൊണ്ട് ഒരു അരഞ്ഞണം കിട്ടും. അതല്ല, ഇന്നേക്ക് എന്റെ സ്വയംവര പുഷ്പാഞ്ജലിയുടെ 28ാമത്തെ ദിവസം. ഇനി 20 ദിവസം കൂടി കഴിഞ്ഞാൽ അനന്ത് എന്റേതാകും. ഇത് ചുമ്മാ പറയുന്നൊന്നുമല്ല. ഈ തെക്കേപ്പാട്ട് ഗൗരിയുടെ സ്വപ്നത്തിൽ വന്ന് കുറുക്കമ്പൂലപ്പം തന്ന വരാ. നോക്കിയിരുന്നോ നീ? നോക്കിയിരുന്നോളാം. എത്ര കാലം വേണേലും ഞാൻ നോക്കിയിരുന്നാവും. ഇനി ഇതും നടന്നില്ലെങ്കിൽ കുന്നിക്കുരു വെച്ചൊരു പ്രയോഗമുണ്ട്. എന്റെ പൊന്ന് ഗൗരി ഒന്ന് മാറിപ്പോവോ? അമ്മ എങ്ങാനും വരും ഇപ്പോ. ഞാൻ പോയിക്കോളാം. അന്നൊന്നും അങ്ങോട്ടോക്കെ. എങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് വേണം നിനക്ക് എന്നെ കയറി ഉമ്മ വയ്ക്കാൻ. എന്റെ പട്ടി നോക്കൂടെ അങ്ങോട്ട്? വേണ്ട, ഇങ്ങോട്ട് നോക്കാലോ. ഇങ്ങോട്ട് നോക്കാം. ഞാൻ ഒന്നും പറ്റില്ല. കുട്ടിക്കൂറ പൗഡർ